സ്ട്രിക്റ്റ് ഗ്രാമറാണ് നമുക്ക് റിട്ടൺ ഇംഗ്ലീഷിലുള്ളത്. കാര്യം എന്താണ്? ഗ്രാമർ ഫുള്ള് പ്രയോഗിച്ചാലേ എഴുത്ത് ഭാഷ മനസ്സിലാവത്തുള്ളൂ. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ നേരെ മറിച്ച് സംസാര ഭാഷയിൽ ഇതിന് വലിയ പ്രാധാന്യം ഇല്ല. അപ്പം നാളെ വന്നു എന്ന് പറയാൻ പറ്റില്ല. നാളെ ഞാൻ വരും എന്ന് പറയണം. വിൽ കം ഗ്രാമറാണ്. വിൽ അവിടെ വരണം എന്നുള്ളൊരു ചെറിയ സംഭവം. ഇത് റിട്ടൺ ഇംഗ്ലീഷിൽ ഫുൾ സ്ട്രിക്റ്റാണ്. സ്പോക്കൺ ഇംഗ്ലീഷിൽ ആൾക്കാർ വിചാരിക്കുന്നത് സ്ട്രിക്റ്റാണ്, അത്ര സ്ട്രിക്റ്റ് അല്ല. ഓക്കെ, അത്ര സ്ട്രിക്റ്റ് അല്ല. ഉദാഹരണം, നമ്മളൊരു കടയിൽ പോയി എനിക്കൊരു 10 ലഡ്ഡു വേണം. ഞാൻ പറഞ്ഞു ഐ നീഡഡ് 10 ലഡ്ഡൂസ് എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും പറയാനുള്ളത് ഐ നീഡ് 10 ലഡ്ഡൂസ് ആണ്, ഐ വോണ്ട് 10 ലഡ്ഡൂസ് ആണ്. പക്ഷേ ഞാൻ ഗ്രാമർ ധരിച്ച് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞത്. ഐ നീഡഡ് 10 ലഡ്ഡൂസ് എന്ന് പറഞ്ഞു. ഏതെങ്കിലും കടക്കാരൻ ആ ലഡ്ഡു നിങ്ങൾക്ക് തരാതിരിക്കുമോ? ഇല്ല, തരും. കാരണം അവന് കാര്യം മനസ്സിലായി. കാരണം നിങ്ങളവിടെ ഉണ്ട്, നിങ്ങൾ നോക്കും, നിങ്ങൾ പറയും, നിങ്ങളുടെ ആംഗ്യം, എല്ലാത്തിലും കമ്മ്യൂണിക്കേഷൻ അവിടെ സ്മൂത്താണ്. അവിടെ ശ്രദ്ധിക്കത്തുകൂടെ ഇല്ല. അതുപോലെയാണ് ശരിക്കും ഒരാൾ ഇൻ്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ ആക്ച്വലി അയാൾ സംസാരിക്കുന്ന വേർഡ്സിൻ്റെ ഗ്രാമാറ്റിക്കൽ സംഭവത്തെക്കാളും അയാൾ പറയുന്ന രീതിയാണ് ആ കോൺഫിഡൻസ് ഉളവാക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നമ്മുടെ ഗ്രാമർ ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ്.